മനുഷ്യ മൃഗമായി രൂപമാറ്റം സംഭവിക്കുന്ന എന്ന ആശയം ലോകത്തുള്ള പല കൾച്ചറിലും വളരെയധികം പ്രശസ്തമാണ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് വെയർവൂൾഫിന്റേത്. മനുഷ്യൻ ചെന്നായായിട്ട് രൂപമാറ്റം സംഭവിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യനും ചെന്നായും കൂടെ ചേർന്നുള്ള ഒരു മിശ്രിത രൂപമായി മാറുന്നു എന്നുള്ളതാണ് വെയർവൂൾഫിന്റെ ആശയം തന്നെ. അപ്പൊ ഇതില് രണ്ടായിരത്തിലധികം വർഷമായിട്ട് സിനിമയിലും നാടകത്തിലും നാടോടി കഥകളിലും അല്ലെങ്കിൽ കഥകളിലൊക്കെ ആയിട്ട് വളരെയധികം പോപ്പുലർ ആയ ഈ കഥാപാത്രം എവിടെ നിന്നാണ് ഒറിജിനേറ്റഡ് ആയത്, എങ്ങനെയാണ് ഇത് ഇത്രയും ജനപ്രീതി നേടിയത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പണ്ട് മുതലെയുള്ള നാടോടി കഥകളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വെയർവൂൾഫ് എന്ന് പറയുന്ന കഥാപാത്രം സാധാരണയായിട്ട് സമൂഹത്തിൽ ജീവിച്ചു എന്നൊരു വ്യക്തിയാണ്. ഒരു പ്രത്യേക ജീവിത സാഹചര്യത്തിൽ ഒരു ഘട്ടത്തില് അയാൾ വെയർവൂൾഫായി മാറുന്നതാണ്. അതിന് പല കാരണങ്ങൾ പറയപ്പെടുന്നതുണ്ട്. ചിലപ്പോൾ ഒരു ശാപം കിട്ടിയത് കൊണ്ട് വെയർവൂൾഫ് ആവുന്നതാവാം, ചിലപ്പം എന്തെങ്കിലും പാപത്തിന്റെ ശിക്ഷയായിട്ട് അയാൾ അങ്ങനെ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്നതാവാം. ഇതൊന്നും അല്ലെങ്കിൽ മാന്ത്രിക വിദ്യ കൊണ്ട്, ജാലവിദ്യകൾ കൊണ്ട് ആൾക്കാരെ മനഃപൂർവ്വം വെയർവൂൾഫായിട്ട് കൺവേർട്ട് ആകുന്നു എന്നുള്ള കാര്യവും പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ രൂപമാറ്റം വരുന്ന വെയർവൂൾഫുകൾ ചിലപ്പോൾ ദിവസങ്ങളോളമായിരിക്കും അവർക്ക് ആ രൂപത്തിൽ തുടരാൻ കഴിയുന്നത്, ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം കഴിയുന്നവരുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ വെയർവൂൾഫിനെ ഒരു വില്ലനായിട്ടല്ല പ്രസന്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അയാളുടെ അവസ്ഥ കൊണ്ട്, അയാളുടെ സാഹചര്യങ്ങൾ കൊണ്ട് അയാൾ അങ്ങനെ ആവുന്നു. ഇങ്ങനെ വെയർവൂൾഫ് ആയതിനു ശേഷം അയാൾക്ക് സ്വയമായിട്ട് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുകയും ചെയ്തിട്ട് തിരിച്ചു മനുഷ്യനായി വരുമ്പോൾ ഈ ചെയ്ത കാര്യങ്ങളൊന്നും അയാൾക്ക് ഓർമ്മ പോലും കാണുകയില്ല എന്നും അയാൾ ഒരു വിക്ടിമിനെ പോലെ പിന്നീട് ജീവിക്കേണ്ടി വരുന്നു എന്നും പല കഥകളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെയർവൂൾഫിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും പുരാതനമായ ഒരു കഥ ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ് വരുന്നത്. ഗ്രീക്കിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലം അർക്കാഡിയ, അവിടുത്തെ രാജാവാണ് ലൈക്കോൺ. ഈ സ്ഥലത്തേക്ക് ദേവന്മാരുടെ ദേവനായ സിയൂസ് കടന്നു വരുന്നു ഒരു സാധാരണ യാത്രക്കാരനായിട്ട്. ഈ നാടിന്റെ നടത്തിപ്പ് എങ്ങനെയുണ്ട്, രാജാവ് എങ്ങനെയാണ് പ്രജകളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ദേവൻ കടന്നു വരുന്നത്. എന്നാൽ രാജാവിന് സംശയമാണ് ഇത് സിയൂസ് ദേവൻ തന്നെയാണോ എന്ന്. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് രാജാവ് മനുഷ്യന്റെ മാംസം സിയൂസ് ദേവന് വിളമ്പും. ഇത് ഗ്രീക്ക് മിത്തോളജിയിൽ ഏറ്റവും ശിക്ഷകേറിയ ഒരു പാപമാണ്. കാരണം ഒരിക്കലും മനുഷ്യന്റെ മാംസം വെക്കുവാനോ വിളമ്പുവാനോ പാടില്ല എന്നുള്ളത്. ഇതില് വളരെയധികം ദേഷ്യം വന്ന സിയൂസ് ദേവൻ ഈ രാജാവിനെ ശപിക്കുകയും ഈ കൊട്ടാരം തകർക്കുകയും അയാളെ കാട്ടിലേക്ക് ഒരു ചെന്നായിയുടെ രൂപം ആകട്ടെ എന്ന് പറഞ്ഞ് ശപിച്ച് നാട് കടത്തുകയാണ് കാട്ടിലേക്ക്. ഇങ്ങനെയാണ് വെയർവൂൾഫിന്റെ തുടക്കം എന്നാണ് ഗ്രീക്ക് മിത്തോളജിയിൽ പറയുന്നത്. ഈ കഥയിൽ നിന്നാണ് ലൈക്കാൻത്രോപ്പി എന്ന പദം വളരെയധികം പ്രചാരത്തിൽ വരുന്നത്. അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണിത്. കാരണം മനുഷ്യന് താൻ മനുഷ്യനല്ല എന്നും ഒരു മൃഗമാണെന്നും പ്രത്യേകിച്ച് ഒരു ചെന്നായി ആണെന്നും തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ശരീരത്തിൽ ഒന്നും ഒരു രൂപമാറ്റം സംഭവിക്കത്തില്ല, മാനസികമായി മാത്രം തോന്നുന്ന ഈ ഒരു വികാരത്തെ സൈക്കോളജിസ്റ്റ് വിളിക്കുന്നതാണ് ലൈക്കാൻത്രോപ്പി എന്ന്. അത് ഈ കഥയിൽ നിന്നാണ് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. വെയർവൂൾഫിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു കഥ സ്കാൻഡിനേവിയൻ പുരാണങ്ങളിലെ സാഗ ഓഫ് വൂൾഫ്ഗങ് എന്ന കൃതിയിലാണ് കാണപ്പെടുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു അച്ഛനും മകനുമാണ്. ഈ അച്ഛനും മകനും രാത്രിയിൽ കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുടില് കാണുന്നു. ഈ കുടിലിൽ കയറി നോക്കുമ്പോൾ രണ്ട് മനുഷ്യര് കിടന്നുറങ്ങുകയാണ്. അവരുടെ സമീപത്തായിട്ട് മാന്ത്രിക ചെന്നായ തോല് കിടക്കുന്നത് കണ്ടു. കൗതുകം കൊണ്ട് ഇവർ ഈ തോലെടുത്ത് ധരിക്കുകയും പെട്ടെന്ന് മനുഷ്യരൂപം മാറി ഇവര് ചെന്നായ്ക്കളാകുകയും ചെയ്യുന്നു. ഇനി ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞിട്ട് മാത്രമേ ഇവർക്ക് ഇനി തിരിച്ചു മനുഷ്യരൂപത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. സോ ആ കാലഘട്ടങ്ങളിൽ ഇവര് കാട്ടിൽ തന്നെ ചെന്നായ്ക്കളെ പോലെ ജീവിക്കേണ്ടി വരികയാണ്. വന്യമൃഗങ്ങളുമായിട്ട് ഇടപഴകുകയും വേട്ടയാടുകയും ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയും ഈ ഫൈറ്റിൽ ഈ മകന് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് സ്വന്തമായിട്ട് മനുഷ്യൻ രൂപത്തിലേക്ക് തിരിച്ചു വരാനായിട്ടും കഴിയുന്നുണ്ട്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മിത്താണ്. ഇവ രണ്ടും കൂടാതെ ഗ്രീക്ക് മിത്തോളജിയിലും വെയർവൂൾഫുകളെ കുറിച്ചിട്ടുള്ള കഥകൾ വളരെയധികം പോപ്പുലർ ആയിരുന്നു. റോമൻ എഴുത്തുകാരനായ പെട്രോണിയസ് അദ്ദേഹത്തിന്റെ സാട്രിക്കോൺ എന്ന കൃതിയിൽ ഒരു കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സൈനികനും മറ്റൊരു സുഹൃത്തും കൂടെ ഒരു യാത്രയിലായിരുന്നു. യാത്രയുടെ മധ്യത്തിൽ അവരൊരു ശ്മശാനത്തിന്റെ അടുത്തെത്തുകയും പെട്ടെന്ന് സൈനികന്റെ സ്വഭാവം മാറുകയും ചെയ്തു. അയാളുടെ വസ്ത്രങ്ങളെല്ലാം ഊരി ഒരു വൃത്തത്തിനകത്ത് വെച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ ഈ സൈനികന്റെ മനുഷ്യരൂപം മാറി അയാളൊരു ചെന്നായി ആയിട്ട് പെട്ടെന്ന് തന്നെ ഭയപ്പെട്ട് കാട്ടിലേക്ക് ഓടുന്നതാണ് ഈ സുഹൃത്ത് കാണുന്നത്. ഈ സുഹൃത്ത് വളരെയധികം പേടിച്ച് അയാൾ ഒരു അഭയത്തിന് വേണ്ടി ഏറ്റവും അടുത്ത ഗ്രാമത്തിലേക്ക് ഓടിച്ചെല്ലുന്നു.
അവിടെ ചെന്ന് കഴിയുമ്പോൾ ഗ്രാമത്തിലുള്ളവർ വളരെയധികം ആശങ്കയിലായിരുന്നു. കാരണം ഒരു ചെന്നായ് വന്ന് അവരുടെ കന്നുകാലികളെ ആക്രമിച്ചു എന്നാണ് അവരും പറയുന്നത്. ഈ ആക്രമണത്തിനിടയിൽ ചെന്നായ്ക്കൊരു മുറിവേറ്റുവെന്നും കഴുത്തിലൊരു മുറിവേറ്റുവെന്നും ഈ ഗ്രാമത്തിലുള്ളവർ പറയുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഈ മനുഷ്യൻ അയാൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ഈ സൈനികനെ വീണ്ടും കണ്ടുമുട്ടുന്നു. ആൻഡ് ഈ ചെന്നായുടെ കഴുത്തിൽ എവിടെയാണ് മുറിവ് പറ്റിയതെന്ന് പറഞ്ഞത് അതേ സ്ഥലത്ത് തന്നെ സൈനികന്റെ കഴുത്തിലും ഒരു മുറിവ് കാണുന്നു. അപ്പോൾ ഈ കൂട്ടുകാരൻ കൺഫേം ചെയ്യുകയാണ് ഈ ചെന്നായി മാറിയത് ഈ സൈനികനാണെന്നും അയാൾ തിരിച്ചു മനുഷ്യരൂപത്തിലേക്ക് എത്തിയെന്നും. ഇതാണ് റോമക്കാർ വിശ്വസിച്ചിരുന്ന വെയർവൂൾഫിന്റെ ഒരു കഥ. ഇതുകൂടാതെ 15-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ പല പ്രദേശങ്ങളിലും വെയർവൂൾഫുകൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ഇതിന് പലതരം കാരണങ്ങൾ പറയുന്നുണ്ട്. ദുരൂഹമായ മരണങ്ങൾ സംഭവിക്കുന്നു, അതുകൂടാതെ വളർത്തുമൃഗങ്ങൾക്കുണ്ടാവുന്ന അപകടങ്ങൾ, കുട്ടികൾക്കുണ്ടാവുന്ന ഉപദ്രവങ്ങൾ, ഇതിനൊക്കെ പുറമെ ആയിട്ട് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണങ്ങൾ ആ നാട്ടിൽ നടക്കുമ്പോൾ ഇതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ ഇവർക്കില്ല. സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്താനൊന്നും കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു. സോ ഇതൊക്കെ വെയർവൂൾഫുകളാണ് ചെയ്യുന്നതെന്നാണ് അന്നത്തെ ജനം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെയർവൂൾഫുകൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാരെ കോടതിയുടെ മുമ്പാകെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുക എന്നുള്ളൊരു കാര്യം ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ വെയർവൂൾഫ് ട്രയൽസ് എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത്. ഇങ്ങനെ വിചാരണ നേരിട്ടവർ ഭൂരിഭാഗം ആൾക്കാരും ഒന്നെങ്കിൽ എന്തെങ്കിലും മന്ത്രവാദത്തിലൂടെ മനുഷ്യൻ രൂപം മാറി ചെന്നായി രൂപം സ്വീകരിച്ചവരാണെന്നോ അല്ലെങ്കിൽ പിശാചുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയും ഒരു ബാർഗെയിനിലൂടെ ഇങ്ങനെ വെയർവൂൾഫുകളായി മാറിയവരാണെന്നും പറയപ്പെടുന്നു. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും അവരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് പീഡിപ്പിച്ചാണ് കുറ്റസമ്മതം നടത്തിയിരുന്നതെന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ വിശ്വാസ്യത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ ഇതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു കേസ് 1589 ജർമ്മനിയിൽ നടന്ന പീറ്റർ സ്റ്റമ്മിന്റെ കേസാണ്. ഇയാള് ഒരു മാന്ത്രിക ബെൽറ്റ് ഉപയോഗിച്ച് വെയർവൂൾഫായി മാറുകയും ഒരുപാട് പേരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു കേസ്. ഈ കേസിൽ അയാള് ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യപ്പെടുകയും അയാൾക്ക് വളരെ ക്രൂരമായ ശിക്ഷയാണ് വിധിക്കുന്നത്. കുറേ നാള് നരക ജീവിതം നയിച്ചതിന് ശേഷം വധശിക്ഷയിലൂടെയാണ് അയാളുടെ ജീവൻ എടുക്കുന്നത്. ഇത് വളരെയധികം പോപ്പുലർ ആണ്. ഇന്ന് വെയർവൂൾഫുകളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ആക്ച്വലി നാടോടി കഥകളുടെ ബേസിസിലല്ല, മറിച്ച് സിനിമകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ആശയങ്ങളാണ്. വെയർവൂൾഫുകളെ കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനമേറിയ ഒരു സിനിമയാണ് 1941 റിലീസായ ദ വോൾഫ്മാൻ. ഫുൾ മൂൺ ഡേയിലാണ് വെയർവൂൾഫുകൾ രൂപം മാറുന്നത് എന്നുള്ള ആശയം ലോകമെമ്പാടും പ്രചരിപ്പിച്ചത് ഈ സിനിമയിലൂടെയാണ്. ഒരു ശാപം കിട്ടിയ മനുഷ്യൻ അയാളുടെ മാനുഷിക അവസ്ഥ മാറി ഒരു ചെന്നായി ആവുന്നതും ഈ മനുഷ്യനും മൃഗവും തമ്മിലുണ്ടാവുന്ന ആ കോൺഫ്ലിക്റ്റ് ഒക്കെയാണ് ഈ സിനിമയിലൂടെ വളരെ ക്ലിയർ ആയിട്ട് അവർ പോർട്രേ ചെയ്തിരിക്കുന്നത്. പിന്നീട് 1981 ഇറങ്ങിയ ദ അമേരിക്കൻ വെയർവൂൾഫ് ഇൻ ലണ്ടൻ എന്ന സിനിമ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു നാഴികക്കല്ലായിരുന്നു. ഇതൊരു ഹൊറർ കോമഡി ജോണറിലുള്ളൊരു സിനിമയാണ്. കൂടാതെ ഇതിനകത്തുള്ള ട്രാൻസ്ഫോർമേഷൻ സീൻസ് ആണ് എപ്പോഴും പറയപ്പെടുന്നത്. അതായത് മനുഷ്യന്റെ ശരീരവും ഈ മാംസവും ഈ പേശികളും ഒക്കെ വളരെ പതുക്കെ രൂപമാറ്റം സംഭവിച്ച് ഒരു വൂൾഫായി മാറുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ട്, അതായത് ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അതേ വർഷം തന്നെ ഇറങ്ങിയ ദ ഹൗളിംഗ് എന്ന് പറയുന്ന സിനിമയിലും വെയർവൂൾഫിനെ വളരെയധികം ഹൊറർ എലമെന്റോടുകൂടി ഭയാനകമായ രീതിയിലാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വെയർവൂൾഫുകളെ കുറിച്ചിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൺവിൻസിങ് ആയിട്ടുള്ളത് നമ്മുടെ അണ്ടർവേൾഡ് എന്ന ഫിലിം സീരീസിലൂടെ തന്നെയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെയർവൂൾഫും വാമ്പയേഴ്സും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത്. ഇവർ രണ്ടുപേരും ശത്രുക്കളാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇത് വളരെയധികം ജനപ്രീതി ആ സമയത്ത് ലഭിക്കാനായിട്ട് കാരണമായിരുന്നു. വെയർവൂൾഫിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു ഫിലിം ഈ ഡിസംബർ 2026 റിലീസ് ആവുന്നുണ്ട്. ലൈറ്റ് ഹൗസിന്റെയും നൊസ്ഫെറാട്ടു എന്ന സിനിമയുടെയും ഒക്കെ ഡയറക്ടറായ റോബർട്ട് എഗേഴ്സ് ആണ് ഈ സിനിമയും ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ സിനിമയിലൂടെ അദ്ദേഹം എങ്ങനെയാണ് വെയർവൂൾഫിനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. വെയർവൂൾഫുകളുടെ വീക്ക്നെസ് എന്താണെന്നും അവരെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടും പല വിശ്വാസങ്ങളാണ് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യം വെള്ളി, അതായത് സിൽവർ കൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സിൽവർ ബുള്ളറ്റ്സ് അല്ലെങ്കിൽ സിൽവർ കൊണ്ടുണ്ടാക്കിയ എന്തെങ്കിലും മാരകമായ വസ്തുക്കൾ വെച്ച് വെയർവൂൾഫിനെ അറ്റാക്ക് ചെയ്താൽ അവ ഒന്നെങ്കിൽ അവരുടെ ശക്തി നഷ്ടപ്പെടും അല്ലെങ്കിൽ അവർ മരിക്കുമെന്ന് പറയുന്നു.
ഇത് കൂടാതെ വൂൾസ്ബെയിൻ എന്നൊരു സസ്യവുമായിട്ട് ബന്ധപ്പെട്ടും ചില കഥകൾ പ്രചാരത്തിലുണ്ട്. അതായത് ഈ സസ്യം ഉപയോഗിച്ച് വെയർവൂൾഫിനെ എതിർക്കാൻ ശ്രമിച്ചാൽ വെയർവൂൾഫിനെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയാം എന്നും ആൾക്കാർ വിശ്വസിച്ചിരുന്നു. ഇതൊന്നും കൂടാതെ മതപരമായ രീതിയിലും അനുഷ്ഠാനങ്ങളുടെ രീതിയിലും തീ ഉപയോഗിച്ചും ഒക്കെ വെയർവൂൾഫിനെ ഇല്ലാതാക്കാൻ പല നാടുകളിലും പല ആൾക്കാരും വർഷങ്ങളായിട്ട് ശ്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്ലിനിക്കലിയും സൈക്കോളജിക്കലിയും വെയർവൂൾഫുകളുടെ ഈ വിശ്വാസത്തെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്ലിനിക്കൽ ലൈക്കാൻത്രോപ്പി എന്ന് പറയുന്ന കണ്ടീഷൻ. ഞാൻ മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ടീഷനുള്ള മാനസികാവസ്ഥയിലുള്ള മനുഷ്യർ അവർ ഒരു മൃഗമാണെന്ന് സ്വയമേ വിശ്വസിച്ചു തുടങ്ങും. ഒരു നായയാണെന്നോ ഒരു ചെന്നായയാണെന്നോ അവർ വളരെയധികം ഹാർഡായിട്ട് അത് വിശ്വസിക്കുകയും മനുഷ്യന്റെ സ്വഭാവം കാണിക്കാതാവുകയും ചെയ്യുന്നു. ഇവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു മാറ്റം വരത്തില്ല, രൂപത്തിലൊരു മാറ്റം വരത്തില്ല. മനസ്സുകൊണ്ട് ഇവർ അങ്ങനെ ചിന്തിച്ച് ആ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കണ്ടീഷൻ. ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയുന്ന മറ്റൊരു ജനിതക വൈകല്യത്തെ കുറിച്ചിട്ടും മെഡിക്കൽ സയൻസിൽ പറയുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത ശരീരത്തിൽ നമുക്കുള്ള രോമങ്ങൾ വളരെയധികം വലുതായി, ഒരു മുടി പോലെ വലുതായി വളരുന്ന ഒരു കണ്ടീഷനാണിത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുഖത്തും അവരുടെ ശരീരത്തും ഒക്കെ മുടി പോലെ, അതായത് ചെന്നായെ കാണുന്ന രീതിയിൽ അവരുടെ രോമങ്ങൾ വളർന്നു നിൽക്കുന്നു. ഇത് കാണുന്ന ആൾക്കാർ ഭയപ്പെട്ടിട്ട് ഇവർ മനുഷ്യരല്ല എന്നും ഇവർ ചെന്നായ്ക്കളാണെന്നും എന്നും വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ കണ്ടീഷനുള്ള ആൾക്കാരെ ഇത് ഫിസിക്കലി അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനാണെന്ന് തിരിച്ചറിയാതെ അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും അല്ലെ അവരെ വെയർവൂൾഫുകളായിട്ട് മുദ്ര കുത്തുകയും അവരെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ വെയർവൂൾഫുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും സയന്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് ലഭ്യമായിട്ടില്ല. എന്നിരുന്നാലും സിനിമകളിലൂടെയും കഥകളിലൂടെയുമാണ് ഈ കഥാപാത്രം മനുഷ്യന്റെ ഹൃദയത്തിൽ ഇത്രയും ഇടം പിടിച്ചതും ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെയും പ്രധാന കാരണം. വെയർവൂൾഫിനെ കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന കാരണം വെയർവൂൾഫ് എന്ന സിനിമയുടെ ട്രെയിലർ ഈ കഴിഞ്ഞ ദിവസം റിലീസായതാണ്. നിങ്ങൾ ഈ ട്രെയിലർ കണ്ടിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടു നോക്കുക. വെയർവൂൾഫ് എന്ന ഈ കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്കുള്ള തോട്ട്സ് നിങ്ങൾ ഡെഫിനറ്റ്ലി കോമെന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.